ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്ന് ഞാനൊരു സ്റ്റഡി ഡെസ്ക് കം ടേബിൾ മേക്ക് ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനു വേണ്ടിയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും മറ്റും ചെയ്യാനായി ഒരു സ്പേസ്, അതാണ് ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഡൈനിങ് ടേബിളിലും ബെഡിലും മറ്റും ഇരുന്നിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിൽ ഒരു വർക്ക് സ്പേസ് ഉള്ളത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാണുന്ന സ്പേസ് ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള ഒരു എംപ്റ്റി ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വെറുതെ കിടക്കുകയായിരുന്നു ഈ ഏരിയ. പിന്നെ ഇവിടെ നല്ല വെളിച്ചവും പുറത്ത് നല്ല വ്യൂവുമാണ്, നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് ഞാൻ ടേബിൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടേബിളാണ് ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്റ്റഡി ടേബിൾ ഒന്നുമല്ല, ഒരു 2 സീറ്റർ ഡൈനിങ് ടേബിൾ എന്ന് പറയാം. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ്. ഇത് യൂസ് ചെയ്യാതെ ബാൽക്കണിയിൽ ചുമ്മാ വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പഴയ ഫ്ലാറ്റിലെ കിച്ചണിൽ ഇട്ടിരിക്കുന്ന ഒരു ടേബിളായിരുന്നു ഇത്. നിങ്ങൾക്ക് കാണാം, വളരെ പഴയതാണ്. തുരുമ്പ് പിടിച്ചു, മേളിൽ പെയിൻ്റൊക്കെ ഉണ്ട്, താഴെ പെയിൻ്റെല്ലാം പോയിട്ടുണ്ട്. ഒരു വൃത്തിയില്ലായ്മയാണ് ഇത് കാണുമ്പം. അപ്പോൾ നമുക്കൊരു ക്വിക്ക് ബിഫോർ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ താഴെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, താഴെ ഒന്നും ആവാതിരിക്കാനായിട്ടൊക്കെയാണ്. പിന്നെ ഞാൻ ടേബിൾ ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് സാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മേളിൽ അന്യവനായിട്ടുള്ള എല്ലാം മാറി കിട്ടും സാൻഡ് ചെയ്യുമ്പോൾ. ആ പെയിൻറ്റ് വീണ് ഡ്രൈ ആയി കിടക്കുന്ന അൺഇവൻ സർഫസൊക്കെ നമ്മൾ സാൻഡ് ചെയ്ത് ലെവലാക്കി. ഇപ്പം നല്ല സ്മൂത്തായി. നമ്മുടെ ടേബിളിൻ്റെ സാൻഡിങ് വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. വൈറ്റ് കളറാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രൈമറൊന്നും അടിക്കുന്നില്ല, ഫസ്റ്റ് ഡയറക്റ്റ് പെയിൻറ്റ് തന്നെ ചെയ്യുകയാണ്. പിന്നെ ഇതൊരു വലിയ ക്യാൻ ആയിരുന്നുകൊണ്ടാണ് ഞാൻ ചെറിയൊരു മകിൽ ഇച്ചിരി എടുത്തുകൊണ്ട് വന്നത്. നിങ്ങൾക്ക് കാണാം, മോനാണത്. അവനും എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് പെയിൻറ്റ് ചെയ്തിട്ട്. ഇത് വോൾ പെയിൻ്റ് ആണ്. പിന്നെ ഇത് ഞാൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ 2 കോട്ട് ടേബിളിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ട് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ തന്നെ ടേബിൾ നല്ല വൃത്തിയായ പോലെ തോന്നുന്നു. ഇത് കഴിഞ്ഞ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് ഞാൻ ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു DIY ഡെസ്ക് ഓർഗനൈസർ കാണാം. ഇത് കണ്ടോ, ഇത് ടോയ്ലറ്റ് പേപ്പറാണ്. ടോയ്ലറ്റിൽ നമ്മൾ വെക്കുന്ന ടിഷ്യൂ പേപ്പർ റോളാണ്. അപ്പോൾ അതിൻ്റെ റോൾസ് ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഞാൻ 3 റോൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ ചെറിയ ടേബിളാണ് എൻ്റെ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനൊന്നും സ്ഥലമില്ല ടേബിളിൽ. അപ്പം ഞാൻ ഇതിൻ്റെ 3 റോളേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പം ഞാൻ ഗ്രീനും ബ്ലൂവും യെല്ലോയും കൂടെ 3 കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 കളർ ചെയ്തു. അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഓർഗനൈസർ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് 3 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനൊന്ന് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പ് ഞാൻ ട്രേസ് ചെയ്യും, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് 3 കൂടെ ഞാനൊന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാർക്കർ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഇനി ആ ട്രേസ് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് നമുക്ക് താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 റോളേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ എത്ര റോള് വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലൊരു ഓർഗനൈസർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഓർഗനൈസർ റെഡിയായി. കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ഇത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതിൽ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചു കൊടുക്കും. ഇനി ഒരു തിങ്സ് ടു ഡു ബോർഡും കലണ്ടറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ക്ലിക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നീട് സ്റ്റിക്കി പേപ്പർ ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം വെച്ചിട്ട് ഞാനൊന്ന് ഒരു ഹെഡിങ് പോലെ കൊടുക്കുവാണ്. ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റിയൊക്കെ ഉണ്ടാകും. നമുക്ക് വർക്ക് ചെയ്യാത്തവർക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ട പണികളൊക്കെ നമുക്കിതുപോലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിടുകയാണെങ്കിൽ നമ്മളത് മറക്കാതെ ചെയ്യും. നമുക്ക് പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷനുമാണ്. നമ്മളതെല്ലാം ചെയ്തല്ലോ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.
ഞാൻ ചുമ്മാ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ എഴുതി വെച്ചു. നെക്സ്റ്റ് ആ മന്ത് ഞാൻ എഴുതി കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ആ കലണ്ടറും സ്റ്റിക്കി പേപ്പർ വെച്ചിട്ട് അത് ദിവസങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് ഞാനത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ആ ദിവസം അറിയാനും ഒക്കെ എപ്പോഴും നമ്മുടെ ടേബിളിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെങ്ങും പോകണ്ട, അത് കാണാം. പിന്നെ ഇത് സ്റ്റിക്കി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഓരോ മന്ത് കഴിയുമ്പോൾ അത് എടുത്തു മാറ്റി അടുത്ത മന്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ആ ടൈമിൽ നമ്മുടെ ടേബിള് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, പെയിൻ്റ് എല്ലാം ഉണങ്ങി. ഇനി ഇതിന് പുറത്തുകൂടെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് എന്ന രീതിയിൽ ഒരു വാർണിഷ് അടിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ കുറേ നാളിങ്ങനെ തന്നെ ഇരുന്നോളും വാർണിഷ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമായി, നമ്മുടെ ടേബിളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നത് ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്തതാണ്, ഒരു ഡിസ്ട്രസ് ലുക്ക് വരാനായിട്ട്, ഒരു റഫ് ലുക്ക് വരാനായിട്ട്. പക്ഷെ അത് രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം എല്ലാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു റഗ് ഇട്ടിട്ടുണ്ട് ടേബിളിനടിയിലായിട്ട്. അത് കഴിഞ്ഞിട്ട് ടേബിൾ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ DIY ഓർഗനൈസർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ക്യൂട്ട് ഫ്രെയിമാണ്, അത് വെച്ച് കൊടുത്തു. നൈസ് ഡേ എന്ന് പറയുന്ന ഒരു ഫ്രെയിം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും കോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വെക്കാം. പിന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റ്, അത് ആ ക്ലിപ്പ് ബോർഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അതും ഞാൻ ടേബിളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലൊരു ചെറിയ കുഞ്ഞ് കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് നമ്മുടെ ഇറേസറും നമ്മുടെ റബ്ബറും കട്ടർ, അങ്ങനത്തെ ഷാർപ്പനർ, അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡയറി വെച്ച് കൊടുത്തു. ഇത് ഒരു റിയൽ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, കാക്ടസ് ആണ്. അപ്പം അതും വെച്ച് കൊടുത്തു. കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ ഞാൻ ഈ ടേബിളിന് സൈഡിലായിട്ട് ഒരു റിയൽ പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് CC പ്ലാന്റ് ആണ്. ഇനിയും ടേബിൾ അത്യാവശ്യമായിട്ടൊരു കുഞ്ഞു ക്യൂട്ട് ക്ലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് വെച്ചു. പിന്നെ ചെയറും കുഷ്യനും വെച്ചു. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ആഫ്റ്റർ കണ്ടാലോ. ഇപ്പോൾ സൺസെറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റ് വെസ്റ്റ് ഫേസിങ് ഫ്ലാറ്റാണ്, അതുകൊണ്ട് തന്നെ സൺസെറ്റ് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാം ഇവിടെ ഇരുന്ന്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം, നല്ല ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സീ യു ഓൾ, ബൈ.